ചില ചെറിയ പ്രതികൂലങ്ങൾ പോലും സഹിക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ പല ആളുകളും. വായിൽ നിന്ന് വരുന്ന വിശ്വാസത്തിന്റെ വാക്കുകളും പ്രഖ്യാപനങ്ങളും കേട്ടാൽ 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തലന്മാർ പോലും മാറി നിന്നു പോകും. അത്രയ്ക്കും ധീരതയുടെ പ്രഖ്യാപനങ്ങളാണ് പലപ്പോഴും ഇങ്ങനെയുള്ളവരുടെ വായിൽ നിന്ന് വെളിയിൽ വരാറുള്ളത്. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: യഹോവേ, എൻ്റെ വാക്കുകളെ കേൾക്കണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. പുറമേയുള്ള വാക്കും അകമേയുള്ള ധ്യാനവും അല്ലെങ്കിൽ അകമേയുള്ള ചിന്തയും ദൈവത്തിന് കേൾക്കാൻ കൊള്ളുന്നതാണ്. അതുകൊണ്ടത്രേ താൻ അങ്ങനെ പറയുന്നത്. നമ്മൾ പലപ്പോഴും വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ വേണ്ട നിലകളിൽ വിശ്വാസം ഇല്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യും. വാസ്തവത്തിൽ അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതികരണമെന്നോണം വാടിയ മുഖത്തോടും തളർന്ന ശബ്ദത്തോടുമൊക്കെ മറ്റുള്ളവരോട് പ്രതികരിക്കുമ്പോഴും മറുപടി പറയുമ്പോഴും ദൈവത്തിൻ്റെ നാമമാണ് അപമാനിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. അങ്ങനെ അല്ലാത്ത ഒരാളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പ് ലേഖനം. അതായത് കാരാഗ്രഹത്തിന്റെ കൊടും യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും പ്രതികൂലം താൻ ശരീരത്തിൽ അനുഭവിക്കുമ്പോഴും നേരിടുന്ന ഒറ്റപ്പെടലുകളും പ്രതികൂലങ്ങളുമൊക്കെ സഹിച്ചുകൊണ്ട് താൻ പറയുന്നത് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. ചില ആളുകൾക്ക് ഒരു ചെറിയ പനി വന്നാൽ അത് 4 ആൾ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് വലിയ സങ്കടമാണ്. ആരെങ്കിലുമൊക്കെ ചോദിക്കണം, എന്തുപറ്റി, പനിയാണോ, എന്തോ അസ്വസ്ഥത അനുഭവിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ പകുതി ആശ്വാസമാകും. എന്നാൽ പൗലോസ് അങ്ങനെയല്ല. തനിക്കുണ്ടായ എല്ലാ പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ താൻ സന്തോഷിക്കുന്നു, മറ്റുള്ളവരോട് സന്തോഷിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. എന്താണ് കാരണം എന്നറിയാമോ? തനിക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവം എന്തോ പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച്. ആ പദ്ധതി പ്രകാരമാണ് ഞാൻ ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. സത്യത്തിൽ അപ്പസ്തോലനായ പൗലോസിന് കഷ്ടപ്പാടുകളെക്കുറിച്ച് ഏറ്റവും ശരിയായ മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി വളരെ ത്യാഗങ്ങൾ സഹിച്ച ആളാണ്. തന്നെയുമല്ല, തൻ്റെ ശരീരത്തിലും ഒരു ശൂലം ദൈവം തനിക്ക് നൽകിയിരുന്നു. തനിക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളുടെ മധ്യത്തിൽ അതിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ പറയുന്ന വാക്കാണ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങളൊന്ന് അറിയണം. അല്ലെങ്കിൽ നിങ്ങളത് അറിയുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തെങ്കിലും ഒരു കഷ്ടം വരുത്തിയിട്ട് നമ്മളെ തീർത്ത് കളയുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയേ അല്ല. അങ്ങനെ വല്ലതും ദൈവിക പദ്ധതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർ ഈ ഭൂമുഖത്തുണ്ടായിരിക്കും? വചനം നമുക്ക് ഉറപ്പ് തരുന്നത് പരിശോധന ഉണ്ടാവത്തില്ലെന്നല്ല, കഷ്ടങ്ങൾ ഉണ്ടാവത്തില്ലെന്നല്ല, വേദനകൾ നേരിടേണ്ടി വരികയില്ല എന്നല്ല, എന്നും സുഖലോലുപതയിൽ കഴിയാം എന്നുള്ളത് ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനായ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതേ പ്രിയരെ, ഒന്നും നിങ്ങൾക്ക് ആത്യന്തികമായി ദോഷത്തിന് കാരണമാവുകയില്ല. ഏത് തരത്തിലുള്ള പരിശോധനകളും പരീക്ഷകളും നേരിടേണ്ടി വന്നാലും കർത്താവിൻ്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് നേരിടുന്ന ചില പരിശോധനകളുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനൊരു പരിഹാരവുമില്ലല്ലോ എന്നുള്ള ചിന്തകൾ ഓർത്ത് നിങ്ങൾ വല്ലാതെ വ്യാകുലപ്പെടുകയാണ്. അങ്ങനെ വ്യാകുലപ്പെടുന്നതിന് പകരം ദൈവവചനത്തിൽ ഉറപ്പായും വിശ്വസിക്ക്. വചനം പറയുന്നത് പരീക്ഷയില്ലെന്നല്ല, ഒന്നുകൂടെ പറയുന്നു, പരീക്ഷയില്ലെന്നല്ല, ഒന്നുകൂടെ പറയുന്നു, പരീക്ഷയില്ലെന്നല്ല, എന്നാൽ പരീക്ഷയോടുകൂടി നീക്കുപോക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവസാന നാളുകളിലെ പൗലോസിന്റെ വിശ്വാസ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറം വേദനകൾ തരുകയില്ല എന്ന് ദൈവം ഉറപ്പ് പറയുമ്പോൾ
നമ്മൾ ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്, സാഹചര്യങ്ങളെ അല്ല. സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ദൈവത്തെ നോക്കുമെങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളിൽ വിശ്വസിക്കുമെങ്കിൽ, ഇപ്പോൾ നേരിടുന്ന ഈ പ്രതികൂലത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവിടുന്ന് എല്ലാവരോടും കരുണ കാണിക്കണമേ. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പിടിച്ചു നിൽപ്പാനുള്ള ദൈവകൃപ ഓരോരുത്തരുടെ മേൽ പകർന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.